ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു യൂസ്ഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ റെക്കോർഡിംഗ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് തമ്പനെയിൽ കണ്ടതുപോലെ മൈക്ക് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ആ മൈക്ക് നമ്മുടെ ക്യാമറയിലും അതേപോലെ തന്നെ ലാപ്ടോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ഫോണിലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളും കാണണം. അത് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യണം. അതേപോലെ ഇത് ഉപകാരപ്പെടുന്ന കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൈക്ക് വാങ്ങിക്കുമ്പോൾ നമ്മുടെ മൈക്ക് അത് നമ്മുടെ ക്യാമറയിലും അതേപോലെ തന്നെ നമ്മുടെ ഫോൺ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും അതേപോലെ നമ്മൾ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ കുത്തി വോയിസ് ഓവർ കൊടുക്കാനും നമ്മൾ ഒരേ മൈക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആ മൈക്കിൻ്റെ പിന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറെ ഉപകാരപ്പെടും. ഇത് ഒരേ മൈക്കിനെ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ മിക്ക മൈക്കുകളിലും അതിൻ്റെ പിന്നിൽ 3 സെക്ഷനേ കാണത്തുള്ളൂ. അതായത് ടിപ്പ്, റിങ് ആൻഡ് സ്ലീവ്, അങ്ങനെ 3 സെക്ഷനേ കാണത്തുള്ളൂ. ഇത് എന്ന് വെച്ചാൽ ഓഡിയോ ഇൻ ഉള്ളത് മാത്രം ഡിവൈസസിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്ത് ഇത് വെച്ച് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്താൽ നമുക്ക് വോയിസ് കിട്ടില്ല. പക്ഷേ നമ്മുടെ മൊബൈലിലൊക്കെ നമുക്കറിയാം, നമുക്ക് ഓഡിയോ ഇന്നും അതേപോലെ തന്നെ നമുക്ക് ഓഡിയോ ഔട്ടുമുണ്ട്. ഓഡിയോ ഇന്നും ഔട്ടും ഒരേ പോർട്ടിലൂടെ കൊടുക്കുന്ന ഡിവൈസസിനെല്ലാം 4 സെഷനുള്ള പിന്ന് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ 4 സെഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടിപ്പ്, റിങ്, സ്ലീവ്, അങ്ങനെ 4 സെഷനാണ് മൊബൈലിൽ കണക്ട് ചെയ്യുന്ന, മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത്. ലാപ്ടോപ്പിൽ ഇതുപോലെ തന്നെ ഇന്ന് ആൻഡ് ഔട്ട് ഒരേ പോർട്ടിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ 4 ത്രെഡുള്ള പിന്ന് വെച്ച് നമുക്ക് അതിലും റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ക്യാമറയിലും നമുക്ക് 4 പിന്ന് ഉപയോഗിച്ച് നമ്മൾ ക്യാമറയിലും റെക്കോർഡ് ചെയ്യാം. ഈ കേബിള് ഈ പിന്ന് 3.5 mm വലിപ്പമുള്ള പിന്നാണ്. അപ്പോൾ അത് സാധാരണ എല്ലാ ഫോണുകളിലും അതേപോലെ തന്നെ ക്യാമറകളിലും ഇത് 3.5 mm ജാക്കായിരിക്കും. നമുക്കത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഐഫോണിൻ്റെ കൂടെ തന്നെ വന്നൊരു അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഈ 4 സെക്ഷൻ ഉള്ള പിന്നെ നമ്മൾ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലൈറ്റ്നിങ് കേബിളിൻ്റെ ഇത് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അത് വർക്കാവും. അങ്ങനെ നമുക്ക് ഫോണിൽ നമുക്ക് അതുപോലെ ഓഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ലാപ്ടോപ്പിലാണെങ്കിൽ നേരിട്ട് നമുക്ക് ആ 3.5 mm ഓഡിയോ ഇന്നിലേക്ക് കണക്ട് ചെയ്യാം. ചില കമ്പനിയുടെ മൈക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ 3 സെഷൻസ് ഉള്ള പിന്നുള്ള, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4 സെഷനുള്ള പിന്നുള്ള കേബിളും അവർ ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളാണ്. നമുക്ക് 4 സെഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡിഫറെൻറ്റ് മൈക്കുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ലാവലിയർ, അതേപോലെ തന്നെ ഷോർട്ട് ഗൺ മൈക്ക്, വയർലെസ് മൈക്ക്, ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. 4 സെഷനുള്ള പിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡിവൈസസിലും കണക്ട് ചെയ്യാം. 3 സെഷനുള്ള പിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാം. ഈ ഒരു ടിപ്പ് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്കിനി ഇതുപോലത്തുള്ള നല്ല നല്ല യൂസ്ഫുൾ കണ്ടൻറ്റായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ ഈ ചാനലിൽ ട്രാവലും ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ടിപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വിടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.